ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. രാവിലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറുപയർ ദോശയും തക്കാളി ചമ്മന്തിയുമാണ് ഷെയർ ആക്കുന്നത്. തക്കാളി ചമ്മന്തി റെഡിയാക്കുന്നതിന് വേണ്ടി 2 തക്കാളി, 1 സവാള, 8 വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ സവാള 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടി ചേർത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ചുട്ടെടുത്ത തക്കാളി ചമ്മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയാണിത്. ഇതൊന്ന് 5 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ചുട്ടെടുക്കണം. ഇനി 5 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് കവർ ചെയ്ത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. കവർ ചെയ്ത് വെച്ച് 5 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 തവണ തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. തക്കാളിയിലെയും സവാളയിലെയും വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തക്കാളി ഇതുപോലെ നന്നായി ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തക്കാളി ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി 1 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഉഴുന്നിൻ്റെ കളർന്ന് ചേഞ്ചായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി ഫ്രൈ ആക്കി എടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നന്നായി ചൂടാറി കിട്ടുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയാണിത്. ചെറുപയർ ദോശയ്ക്ക് മാത്രമല്ല, ഇഡ്ഡലിക്കും ദോശയ്ക്കും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുപയർ ദോശ റെഡിയാക്കിയെടുക്കാം. ചെറുപയർ ദോശ റെഡിയാക്കിയെടുക്കുന്നതിന് വേണ്ടി 1 കപ്പ് ചെറുപയർ, 1/2 കപ്പ് പച്ചരി എന്നിവ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നന്നായി സോക്കായി കിട്ടിയ ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. രാവിലെ ഇത് നന്നായി സോക്കായി കിട്ടും. ഈ സമയത്ത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രാത്രി കുതിർത്ത് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് അരച്ച് റെഡിയാക്കി എടുക്കാം. പച്ചരി കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്,
ഒരു കൈപ്പിടി നിറയെ മല്ലിയില, ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഏകദേശം 1.5 കപ്പ് വെള്ളം വേണ്ടിവരും. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കണം. ഒറ്റ തവണ അരച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ 2 തവണയായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. കണ്ടോ, മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം. ഒട്ടും കട്ടിയില്ലാതെ എന്നാൽ വളരെ ലൂസല്ലാത്തൊരു സ്റ്റേജിലാണ് മാവ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറ് നന്നായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടി പാൻ നന്നായി ഹീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു തവി മാവൊഴിച്ച് നന്നായി പരത്തിയെടുക്കാം. ഒട്ടും കട്ടിയില്ലാതെ വേണം പരത്തിയെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയാക്കുന്നതിന് ഇങ്ങനെ നന്നായി തിന്നായിട്ട് പരത്തിയെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്ന് മുകൾ ഭാഗം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതിന് ഈ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കും. ഇങ്ങനെ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് ദോശ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വലിയ ദോശയാണ് വേണ്ടതെങ്കിൽ 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാം. നന്നായി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നല്ല പേപ്പർ പോലെ പരത്തിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡിയായി കിട്ടും. ഈ ഒരു വലിപ്പത്തിലാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം 10 ദോശ വരെ ഈ അളവിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. മുകൾ ഭാഗം സെറ്റായി വരുന്ന സമയത്ത് ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായി മൊരിഞ്ഞ് കിട്ടുന്നതിന് സഹായിക്കും. നന്നായി മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് വേണം ചെറുപയർ ദോശ പ്ലേറ്റിലേക്ക് മാറ്റാൻ. നല്ല ചൂടോടെ തന്നെ തക്കാളി ചമ്മന്തി കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.